നമസ്കാരം, ന്യൂസ് 24 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കരുവാറ്റ ദേശീയപാതയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചു. കാറിലുണ്ടായിരുന്ന മറ്റു 3 പേർക്ക് ഗുരുതരമായി പരിക്കുപറ്റി. പരിക്കേറ്റവർ ആലപ്പുഴ സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. +2 പരീക്ഷാ ഫലം മെയ് 22-ന് പ്രഖ്യാപിക്കും. 4,44,707 വിദ്യാർത്ഥികളാണ് ഫലം കാത്തിരിക്കുന്നത്. 1ാം വർഷ പരീക്ഷയുടെ ഫലം ജൂണിലായിരിക്കും പ്രഖ്യാപിക്കുക. മോഷണക്കുറ്റം ചുമത്തി ദളിത് യുവതിയെ മാനസികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ SIക്ക് സസ്പെൻഷൻ. പേരൂർക്കട SI പ്രസാദിനെയാണ് സസ്പെൻഷൻ ചെയ്തത്. കള്ളപ്പരാതി നൽകിയവർക്കെതിരെയും നടപടി വേണമെന്ന് ബിന്ദു. ഇന്ന് കേരളത്തിലെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസത്തേക്ക് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മെയ് 23 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട് തീപിടുത്തമുണ്ടായ ടെക്സ്റ്റൈൽസിന് ഫയർ NOC ഉണ്ടായിരുന്നില്ല എന്ന കണ്ടെത്തൽ. സംഭവത്തിൽ ദുരൂഹതയുള്ളതായി പ്രാഥമികമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് തേടി ചീഫ് സെക്രട്ടറി. സർക്കാരില്ലായ്മയാണ് സംസ്ഥാന സർക്കാരിന്റെ മുഖമുദ്രയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് സർക്കാർ വാർഷികം ആഘോഷിക്കുകയാണെന്നും വാർഷിക ദിനത്തിൽ പ്രതിപക്ഷം കരിദിനം ആചരിക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതായി പോലീസ്. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് പിന്നിലെന്ന പോലീസ്. വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.